ലേവി ഗോത്രത്തെ വിളിക്കുകയാണ്. നമ്മൾ ആരെങ്കിലുമൊക്കെ ഇങ്ങനെ പുതിയ ബിസിനസ് ആരംഭിച്ചിട്ട് പച്ച പിടിക്കുന്നില്ല എന്ന് സങ്കടമുണ്ട്. തൊഴിൽ മേഖലകളിൽ വലിയ പുരോഗതിയൊന്നുമില്ല എന്ന്, പുതിയ കടകളൊക്കെ തുറന്നിട്ട് ആരും കടയിലേക്ക് വരുന്നില്ല എന്ന്, ഇങ്ങനെ ബിസിനസ്സിൽ നമ്മുടെ ഏത് പ്രവർത്തന മേഖലകളിലും പരാജയപ്പെടുന്നുവെന്ന് ഭയമുള്ളവർ, ഒരു സ്ഥിര വരുമാനമുള്ള ജോലി ലഭിക്കാത്തവർ, സമ്പത്തില്ലാത്തവർ, കടബാധ്യതമുള്ള വലയുന്നവർ, വിദേശത്ത് ഇങ്ങനെ ജോലി ചെയ്തിട്ട് ശമ്പളം കിട്ടാതെ പോകുന്ന സഹോദരങ്ങൾ, ഇങ്ങനെ വിദേശത്ത് ചെന്നിട്ട് ചതിക്കപ്പെട്ട് കഴിയുന്നവർ, ജോലിയില്ലാത്ത അവസ്ഥയിൽ ഇങ്ങനെ കഴിയുന്നവരൊക്കെ ഒന്ന് സമർപ്പിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിച്ച് അവർക്കൊക്കെ വേണ്ടിയിട്ടുള്ളൊരു അനുഗ്രഹം ആ ലേവി ഗോത്രത്തിന് നൽകുക. കർത്താവേ, അവനെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കണമേ. കർത്താവേ, അവനെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കണമേ. അവന്റെ പ്രയത്നങ്ങളെ ആശീർവദിക്കണമേ. കേട്ടില്ലേ? അവന്റെ പ്രയത്നങ്ങളെ ആശീർവദിക്കണമേ തമ്പുരാനെ. നമുക്ക് പ്രത്യേകമായെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ തൊഴിൽ മേഖലകളെ, ബിസിനസ്സിനെ, നമ്മുടെ പ്രയത്നങ്ങളെ ഒക്കെ ഒന്ന് സമർപ്പിച്ചെന്ന് പ്രാർത്ഥിക്കാം. നമ്മുടെ പ്രിയപ്പെട്ടവർ വിദേശത്തായിരിക്കുന്നവരൊക്കെ ഒന്ന് സമർപ്പിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിക്കാം. കർത്താവേ, അവനെ അനുഗ്രഹിച്ച് സമ്പന്നനാക്കണമേ. അവന്റെ പ്രയത്നങ്ങളെ ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിച്ചതുപോലെ കർത്താവേ, ഞങ്ങളെയും സമ്പന്നനാക്കണമേ. ഞങ്ങളുടെ തൊഴിൽ മേഖലകളെ, ഞങ്ങളുടെ പ്രയത്നങ്ങളെ, ഞങ്ങളുടെ ബിസിനസ്സിനെ, പുതിയ സംരംഭങ്ങളെ, ഞങ്ങളുടെ കടകളെ, ഞങ്ങൾ ചെയ്യുന്ന ജോലി മേഖലകളൊക്കെ അനുഗ്രഹിക്കണമേ തമ്പുരാനെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ചൊന്ന് പാടി പ്രാർത്ഥിക്കും. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹമാകും ഞാൻ അനുഗ്രഹമാകും യേശുവിൻ നാമത്താൽ ഞാൻ അനുഗ്രഹമാകും. എല്ലാവരും ഒരുമിച്ച് അനുഗ്രഹമാകും ഞാൻ അനുഗ്രഹമാകും യേശുവിൻ നാമത്താൽ അനുഗ്രഹമാകും. കൂടെ നിൽക്കുന്ന ചിലരെങ്കിലും നിന്നെ ചതിച്ചതോ വഞ്ചിച്ചതിൻ്റെ ഓർമ്മയുണ്ടോ? നിന്റെ നാശം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? നിനക്കെതിരെ കള്ളക്കേസ് കൊടുത്തിട്ടുള്ളവരുണ്ടോ? ഇങ്ങനെ നിനക്കെതിരെ എപ്പോഴും കലഹിക്കുന്നവരുണ്ടോ? നിനക്കെതിരെ അസൂയ കൊണ്ട് നിനക്കെതിരെ ഇങ്ങനെ നടക്കുന്ന മന്ത്രവാദം കൂടോത്രം ചെയ്തവരുണ്ടോ? അങ്ങനെ ഭയത്തോടുകൂടെ കഴിയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ സമർപ്പിച്ചത് പ്രാർത്ഥിച്ച് ഇങ്ങനെ പറയുക. നിയമാവർത്തന പുസ്തകം 33-29 വാക്യത്തിൽ ഇങ്ങനെ അനുഗ്രഹിക്കുക. ഇസ്രായേലിനെ, നീ ഭാഗ്യവാൻ. നിന്നെ സഹായിക്കുന്ന പരിചയം, നിന്നെ മഹത്വമണിയിക്കുന്ന വാളുമായ കർത്താവിനാൽ രക്ഷിക്കപ്പെട്ട വേറെ ഏത് ജനതയാണുള്ളത്? ശത്രുക്കൾ നിന്നെ വഞ്ചിക്കാൻ ശ്രമിക്കും, എന്നാൽ നീ അവരുടെ ഉന്നത തലങ്ങളിൽ ചവിട്ടി നിൽക്കും. കേട്ടില്ലേ? ശത്രുക്കൾ നിന്നെ വഞ്ചിക്കാൻ ശ്രമിക്കും, നിനക്കെതിരെ കള്ളക്കേസ് കൊടുക്കും, നിനക്കെതിരെ കൂടോത്രം ചെയ്യും, മന്ത്രവാദം ചെയ്യും, നിനക്കെതിരെ കലഹിക്കും, നിന്നെ തകർക്കാൻ ശ്രമിക്കും, അസൂയ കൊണ്ട് നിനക്കെതിരെ നിലകൊള്ളും. അപ്പോഴൊക്കെ ഇതാ നിനക്കായി പരിചയമായിരിക്കുന്ന തമ്പുരാൻ, നിനക്കായി യുദ്ധം ചെയ്യുന്ന തമ്പുരാൻ, നിന്റെ കോട്ടയായിരിക്കുന്ന തമ്പുരാൻ, ഇതാ നിന്റെ ശത്രുക്കളുടെ ഉന്നത തലങ്ങളിൽ ചവിട്ടി നിൽക്കാൻ നിന്നെ അനുഗ്രഹിക്കുന്ന തമ്പുരാൻ, ഏതാപത്തനർത്ഥത്തിൽ നിന്നും നിന്നെ കാത്തു രക്ഷിക്കുന്ന തമ്പുരാൻ, ആ തമ്പുരാന്റെ തിരുസന്നിധിയിൽ നിൽക്കുക. സമർപ്പിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിച്ച്, എല്ലാ ഭയങ്ങളും സമർപ്പിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിച്ച്, എല്ലാ ഭയങ്ങളും, എല്ലാ കലഹങ്ങളും സമർപ്പിച്ചുകൊണ്ടെന്ന് പ്രാർത്ഥിച്ച്, ഇതാ നിനക്ക് പരിചയമായിരിക്കുന്ന, നിനക്ക് കോട്ടയായിരിക്കുന്ന, നിനക്ക് സംരക്ഷകനായിരിക്കുന്ന തമ്പുരാൻ, ആ തമ്പുരാനെ വിളിച്ച്, തമ്പുരാനെ എന്നെ ഈ കുടുംബത്തെയും അനുഗ്രഹിക്കണമേ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഒരുമിച്ചൊന്ന് പാടി പ്രാർത്ഥിക്കാം. അനുഗ്രഹമാകും ഞാൻ അനുഗ്രഹമാകും യേശുവിൻ നാമത്താൽ ഞാൻ അനുഗ്രഹമാകും. അനുഗ്രഹമാകും ഞാൻ അനുഗ്രഹമാകും യേശുവിൻ നാമത്താൽ അനുഗ്രഹമാകും.